ATM-ൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന പണം കവർന്ന സംഭവത്തിൽ പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. ഈ പണം കണ്ടെത്തിയിട്ടുണ്ട്. ഗോവിന്ദാപുര സ്റ്റേഷനിലാണ് കോൺസ്റ്റബിൾ അന്നപ്പ നായിക്ക് അറസ്റ്റിലായിരിക്കുന്നത്. സംഘത്തിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, പോലീസുകാരൻ തന്നെയാണോ അറസ്റ്റിലായത്? ഈ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഗോവിന്ദരാജപുര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള അന്നപ്പ നായിക്കിന്റെ നേതൃത്വത്തിലാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇയാൾ ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഒരു മലയാളിയെ കൂടി ഈ വിഷയത്തിൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഈ CMS, അതായത് ഈ പണം നൽകുന്ന അല്ലെങ്കിൽ പണം ഈ വാനുകളിലേക്കൊക്കെ നൽകുന്ന ആ സ്ഥലത്തെ ആ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇയാളുടെ വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പക്ഷേ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നിന്ന് ഈ കാറ് കണ്ടെത്തിയിരുന്നു, കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ആ കാറിന്റെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമൊക്കെ നടക്കുകയാണ്. ഈ തിരുപ്പതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഈ പണം കടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഏതായാലും അതിനിടയിൽ ആന്ധ്ര പോലീസിന്റെയും കർണാടക പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഈ പണം കണ്ടെത്താൻ സാധിച്ചത്. കാർ അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ പോവുകയായിരുന്നു സംഘമെന്നാണ് മനസ്സിലാകുന്നത്. 7 അംഗ സംഘം ഈ കവർച്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് പുറത്തുവിടുന്ന വിവരം. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഈ പണം നിക്ഷേപിക്കാൻ പോകുന്ന വാൻ തടഞ്ഞു നിർത്തി ഈ പണവും അതുപോലെ തന്നെ മറ്റ് രേഖകളുമൊക്കെ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇതെല്ലാം ഇവരുടെ കാറിലേക്ക് ആക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഏതായാലും ജീവനക്കാർ 3 പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് കയ്യിൽ തോക്കുണ്ടായിരുന്നുവെങ്കിലും അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പണം തട്ടിയത്. പക്ഷേ ഈ ജീവനക്കാരുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതേക്ക് അടിസ്ഥാനത്തിൽ അവരെയൊക്കെ ഇപ്പോഴും ചോദ്യം ചെയ്ത് വരികയാണ്. പ്രത്യേകിച്ച് ആയുധങ്ങൾ കയ്യിലുള്ള ഒരു ഗൺമാൻ ഈ വാനിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അയാൾ ആയുധങ്ങൾ ഉപയോഗിച്ചില്ല? ആ തോക്ക് ഉപയോഗിക്കാവുന്ന നിലയിലായിരുന്നില്ല. അതിൽ തിര നിറച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിലേതായാലും ഈ അന്നപ്പ നായിക്ക് എന്ന മുഖ്യ ആസൂത്രകനെ പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ATM റോബറി കേസിൽ പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഒരു മലയാളി കൂടി ഈ സംഘത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.